ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇന്ന് പറയാനുള്ളത്, നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വളരെയേറെ പ്രാധാന്യമുള്ള കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ്. ബ്രിട്ടീഷ് ഭരണത്തിൽ 139 വർഷം മുമ്പ് നിർമ്മിച്ച ടവർ ഉൾപ്പെടെയുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ പഴയ ഭാഗങ്ങളാകെ വളരെ അപകടകരമായ നിലയിലാണ് എന്ന് പാലക്കാട് ഡിവിഷൻ്റെ ഭാഗമായിട്ടുള്ള ഉയർന്ന ഉദ്യോഗസ്ഥർ 2 വർഷം മുമ്പ് ഇത് ഉപയോഗശൂന്യമായി മാറിയതാണ്, ഇത് മാറ്റേണ്ടതാണ് എന്ന കാര്യം വ്യക്തമാക്കിയിരുന്നു. പല പ്രാവശ്യം അത് സംബന്ധിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളെല്ലാം നടന്നെങ്കിലും അവസാനം വളരെ അപകടകരമായ രീതിയിൽ അത് തകർന്ന് വീഴുന്ന നിലയാണ് ഉണ്ടായത്. 3 പ്ലാറ്റ്ഫോമുകളെ ആകെ ബാധിക്കുന്ന നിലയിൽ യഥാർത്ഥത്തിൽ അത് തകർന്ന് വീണപ്പോൾ വണ്ടിയും അതുമായിട്ട് ബന്ധപ്പെട്ട മനുഷ്യരും അവിടെ ഇല്ലാതുകൊണ്ട് മാത്രമാണ് വലിയ ഒരു ദുരന്തത്തിൽ നിന്ന് കേരളം രക്ഷപ്പെട്ടത്. ഇത് പറയുന്നത് 139 വർഷക്കാലം പഴക്കമുള്ള ടവർ 2 വർഷം മുമ്പ് തന്നെ തകർന്നു വീഴുമെന്ന് മനസ്സിലാക്കിയിട്ട് മാറ്റാൻ തീരുമാനിച്ചിട്ടും അത് മാറ്റാതിരുന്ന അനാസ്ഥ വളരെ ഗൗരവമുള്ള ഒന്നാണ് എന്ന് പറയാൻ വേണ്ടി മാത്രമല്ല, ഇതുപോലുള്ള 200 നിർമ്മിതികൾ റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലുണ്ട്. 200 എണ്ണം. അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഈ നിർമ്മിതികൾ വളരെ പഴക്കമുള്ള, നേരത്തെ പറഞ്ഞ 139 വർഷം ഉൾപ്പെടെ പഴക്കമുള്ള ഈ കെട്ടിടങ്ങൾ വളരെ വളരെ ദുർബലമായി നിൽക്കുകയാണ്. മഴയും മറ്റു കാര്യങ്ങളെല്ലാം വന്നാൽ അപകടസ്ഥിതി വളരെ കൂടുതലായി. അതുകൊണ്ട് അടിയന്തരമായി ഒരു പ്രത്യേക ടീമിൻ്റെ ഫലപ്രദമായ അന്വേഷണം ഈ പഴയ കെട്ടിടങ്ങളെ സംബന്ധിച്ച് നടത്താനും അത്തരത്തിലുള്ള നിർമ്മിതികൾ വളരെ പഴയതും തകർന്നു പോകാൻ സാധ്യതയുമുള്ള റെയിൽവേ സ്റ്റേഷനുകളിലെ നിർമ്മിതികൾ മാറ്റാനും ആവശ്യമായ നടപടി, അടിയന്തര നടപടി സ്വീകരിക്കണം എന്നാണ് റെയിൽവേയോടും അതിൽ നേതൃത്വപരമായ പങ്കുവഹിക്കാൻ ഗവൺമെൻറ്റിന് ബാധ്യതയുണ്ട്. കേരള ഗവൺമെൻറ്റിന്, കേന്ദ്ര ഗവൺമെൻറ്റാണ് റെയിൽവേ കൈകാര്യം ചെയ്യേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട അതോറിറ്റിയെങ്കിലും കേരള ഗവൺമെൻറ്റും ഈ ഗൗരവതരമായ പശ്ചാത്തലത്തെ മനസ്സിലാക്കി ഫലപ്രദമായി ഇടപെട്ട് വൻ ദുരന്തങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള മുൻകരുതൽ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവണം എന്നാണ് വളരെ പ്രധാനമായിട്ടും പറയാനുള്ളത്.